ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പോക്കറിൻ്റെ റെസിപ്പി കാണാം. നമ്മൾ സാധാരണ പന്നിയിറച്ചി ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യാസമാണ്. കുടകിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കുടകിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പോർക്ക് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് തിരുമ്മിയിട്ടൊരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഈ ഇറച്ചി നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇത് നമുക്ക് മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇറച്ചി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും കൂടെ ചേർത്തിട്ടൊന്ന് തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. 1.5 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്കൊരു 1 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. ആ ഒരു സമയം വരെ ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ സാധാരണ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതിലേക്കുള്ള മസാലപ്പൊടി പോലെ അല്ല കേട്ടോ. ഈ ഒരു കറിയിലേക്കുള്ള മസാലപ്പൊടി കുറച്ച് വ്യത്യാസമാണ്. കുടകിലൊക്കെ എല്ലാ കടയിലും ഈ ഒരു പന്നിയിറച്ചിക്കുള്ള മസാലപ്പൊടി വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മളിവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മളായിട്ട് തന്നെ പൊടിച്ചുണ്ടാക്കിയെടുക്കുന്ന മസാലപ്പൊടി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം മല്ലി എടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചും മുഴുവൻ കുരുമുളക് എടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ അത്രയും വേണ്ട, കുറച്ച് കുറവായിട്ട് എടുത്താൽ മതി. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അധികം വേണ്ട, 1/2 ടീസ്പൂണിനൊക്കെ മതി കേട്ടോ, അത്രയും മതി. ഇതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസും കൂടെ ചേർക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട എടുക്കാം, 1 ഇഞ്ച് നീളമാക്കാൻ മതി. പിന്നെ ഒരു 6-7 ഗ്രാമ്പൂ എടുക്കാം. 2 ഏലക്ക, ഒരു ചെറിയ പീസ് ജാതിപത്രി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ബേ ലീവ്സ് എടുക്കുന്നുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കളറ് മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ ഒരു പൊടി നല്ലൊരു കാപ്പിപ്പൊടീൻ്റെയൊക്കെ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലാണ് വേണ്ടത്. അതുകൊണ്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കളറ് മാറുന്ന വരെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. വേഗത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ആക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറും കിട്ടില്ല, ടേസ്റ്റും കിട്ടില്ല. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഏകദേശം ആയി വരാൻ നേരത്ത് ചേർത്താലും മതിയേ. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കറിവേപ്പിലേൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതിൽ കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്, നല്ല കളറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് മൂത്തിട്ടുണ്ട് മല്ലിയൊക്കെ. ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല കോഫി ബ്രൗൺ കളറിലെ പൊടി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഇറച്ചിയിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾമുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവുക. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് എപ്പോഴും ചട്ടിയിൽ വേവിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ അടുപ്പിൽ വേവിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി അതല്ല നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിക്കുക കേട്ടോ. എന്നിട്ട് ആ പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ബാക്കി വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. നമ്മൾ ഇറച്ചി കഴുകിയതിന് ശേഷം സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് അധികം വെള്ളമയോ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ, കാരണം ഇത് വേവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നോളും. അപ്പോൾ ഈ ഒരു ഇറച്ചി അടുപ്പിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ അടുപ്പിക്കുക കേട്ടോ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതാ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല കോഫി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോയിട്ടൊന്നും അല്ല കേട്ടോ ഈ കളറുള്ളത്. നന്നായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ച് വറുത്തെടുത്തതും കൊണ്ട് തന്നെയാണ്. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 കുടം വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയൊന്നും കളയാതെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇടിവെള്ളിലിട്ടിട്ട് ചതച്ചെടുക്കുമ്പോഴായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പക്ഷെ നമുക്കിതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇടിവെള്ളിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് നീളമൊക്കെ ഉണ്ട്. അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ, സവാള. നമ്മൾ ഇതിലേക്ക് സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സവാളേൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയ സവാള മാത്രം മതി, പന്നിയിറച്ചി ആയതുകൊണ്ട് തന്നെ. അതൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം.
ഒരുപാട് ഇടിച്ച് ചതഞ്ഞു പോകണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ഇനി ഒരു 10-15 കാന്താരി മുളകും കൂടി എടുത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു കാന്താരി മുളകും കൂടി ചേർക്കുന്നതും കൊണ്ടാണ് കേട്ടോ നമ്മൾ കുടകിൽ നിന്നൊക്കെ കഴിക്കുന്ന പന്നിയിറച്ചി നമുക്കൊരു വേറൊരു ഫ്ലേവർ തോന്നുന്നത്. നമ്മളിപ്പോൾ ആദ്യം ചേർത്തിരിക്കുന്ന മുളക് പൊടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മസാല ഉണ്ടാക്കിയപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാന്താരി മുളകിൻ്റെയും കൂടെ എരിവാണ് കേട്ടോ നമ്മളെ കറിക്ക് ഉണ്ടാകുക. നമ്മളിനി വേറെ ഇതിലേക്ക് മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള കാന്താരി മുളക് ഇപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കാന്താരി മുളകും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇറച്ചി ഏകദേശം പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കാം, നമ്മൾ ഈ ചേർത്തിരിക്കുന്നതിൻ്റെയൊക്കെ പച്ച സ്വാദൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ടേസ്റ്റൊക്കെ ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കുകയും കൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ കുറച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതി കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറച്ചിയിലേക്ക് നേരിട്ട് തന്നെ ചേർത്തിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അടി പിടിക്കാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടും ചേർക്കുകയാണ് കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകുള്ളൂ. നമുക്ക് 1 കിലോ ഇറച്ചിയിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കൂടിപ്പോയൊരു 3 ടേബിൾ സ്പൂണൊക്കെ പൊടി മതി കേട്ടോ. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഇറച്ചിക്കറീൻ്റെ കളർ തന്നെ മുഴുവനായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു കോഫി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. മസാലപ്പൊടി ചേർത്തിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കണം കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാച്ചമ്പുളിയും കൂടെ ചേർക്കാം കേട്ടോ. പുളീൻ്റെ സത്താണ്, കുടംപുളീൻ്റെ സത്ത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീട്ടിലെ കുടംപുളീൻ്റെ സത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഇറച്ചി വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ കഷ്ണം കുടംപുളി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇറച്ചി കഷ്ണത്തിലേക്ക് പുളി നന്നായിട്ട് പിടിച്ചോളും. കുടംപുളി ചേർക്കുകയാണെങ്കിൽ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അതുപോലെ തന്നെ പുളിയൊരു പ്രിസർവേറ്റീവ് ആണല്ലോ, അപ്പോൾ ഇറച്ചിക്കറി കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ പുറത്ത് തന്നെ. പിന്നെ ഇറച്ചി നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരും, ടെൻഡറായിട്ട് വരും, പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ പുളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ്, അത് മതിയാകും. എന്നാലും പുളി ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുക, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് നല്ലോണം മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നമ്മൾ കുടകിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവ് ഒരുപാട് കൂടുതലൊന്നുമില്ല കേട്ടോ. നമ്മൾ അത്രയും കുരുമുളകും കാന്താരിയും കുറച്ച് മുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ഒരുപാട് എരിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതവർ ചോറിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റൊക്കെ കഴിക്കില്ലേ, അതുപോലെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ സന്നാസിൻ്റെയും അതുപോലെ തന്നെ പാപ്പിടിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സന്നാസാണ് കേട്ടോ. അതിൻ്റെ കൂടെയാണ് ഈ ഒരു പോർക്ക് കറി കഴിക്കാൻ പോകുന്നത്. സന്നാസ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, കാരണം ഈ ഒരു വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്തായി പോകും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.